നിന്റെ കാശുണ്ടോ? എന്ത് കാശ്? ഇല്ല, ചില്ലറല്ലോ. ബാങ്കിലോട്ട് വാ, ലോൺ ആയിട്ട് തരാം. പിന്നെ പറമ്പിന്റെ ആധാരം കൂടി എടുത്തേര്. അതൊക്കെ അപ്പം പണ്ടേ ജപ്തിയാക്കിയതാ. കൊച്ചിലെത്തിയാ ഇത് കാണാതെ പോയെന്ന് നമ്മ വിചാരിച്ചേക്കുന്നത്. ഓ, ഇത് 2 ഗ്രാം തേച്ച് കാണത്തില്ലല്ലോടി. വേണേ കൊണ്ടുപോയി പണയം വെക്കി, അല്ലെങ്കിൽ ഇങ്ങനെ തന്നേരും. ഇത് പണയം വെക്കാൻ ചെന്നാൽ അവിടെ ഉള്ളൊരു കളിയാക്കും. ഇരിക്കാം, അതാ നല്ലത്. അതെ, ഇനി 2 മാസത്തേക്ക് പൈസയും ചോദിച്ചോണ്ട് വന്നേക്കല്ലോ. വന്നാൽ ഒറ്റ തൊഴുകി കയ്യിലിടും. വന്നേ, ബോട്ട് പോറേ. ചെയ്യേ. ആ എന്താ വേണ്ടി? ഓ ഒന്നുമില്ലെന്നേ, ഞാൻ അപ്പുറത്ത് ഗോപാല പണിക്കരെ കാണാൻ വന്നു. വാഴക്കന്നിന്റെ കാര്യം ചോദിക്കേ. എന്നാ പിന്നെ ഒന്ന് കേറിച്ചും പോയക്കാന്ന് വെച്ചു. വർക്കിച്ചാ എന്നോണ്ടാ. ഓ, ഇങ്ങനെ അങ്കിളിനെ കണ്ടിട്ട് കുറച്ചായല്ലോ. ഓരോ കാര്യത്തിൽ ഓട്ടടാവേ. നിന്റെ പഠിത്തൊക്കെ എങ്ങനെ പോന്നു? ഉടനെ അങ്ങോട്ട് കയറുവോ? പിന്നെ അവനുള്ള കളർട്രിപ്പായോലെ ഞാൻ തയ്ച്ചോണ്ടിരിക്കുന്നേ. എന്നാ അത് മാറ്റി തയ്ക്കേണ്ടി വരും. അളവൊക്കെ മാറിയിട്ടുണ്ട്. ആ അളവല്ലേ മാറിയിട്ടുള്ളൂ, നിനക്ക് മാറ്റമൊന്നുമില്ലല്ലോ. വർക്കിച്ചാ, കണ്ടത്തെ കൃഷിയർക്കാളെ പണി നോക്കണം. നീ സമയമുള്ള പാ വഴിക്കൊന്ന് ഇറങ്ങ്. നില്ലേതാ നിലവേദം തിരിച്ചറിയാത്തനോടെ കൃഷിയുടെ